ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഭാവി എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള എൻ്റെ വ്യൂസിൻ്റെ ഫ്യൂച്ചർ എന്താണ്, റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് എൻ്റെ വ്യൂസിൻ്റെ ഗൈഡൻസ്? എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നിന്നും എന്താണ് എൻ്റെ വ്യൂസ് പ്രതീക്ഷിക്കേണ്ടത്? ഫ്യൂച്ചർ എന്താണ്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റക്കായി ഇരിക്കേണ്ട ഒരാവശ്യവുമില്ല. കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണോ അത് നഷ്ടമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഇപ്പോഴും അതിൽ തന്നെ നോക്കി നിന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു ഗ്രോത്തും വരില്ല. കാരണം അത് നിങ്ങളുടെ കർമ്മയായിരുന്നു. പക്ഷേ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കുന്നതായിട്ടുള്ള അബൻഡൻസ് നിങ്ങൾ കാണാതെ പോകരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ നമ്മൾ ചിന്തിക്കുക. ഇന്നലെ ആരുടേതോ ആയിരുന്നു, ഇന്ന് നമ്മുടേതായി, നാളെ മറ്റാരുടേതെങ്കിലും ആകും എന്നുള്ളത് തന്നെയാണ്. എന്നാൽ യൂണിവേഴ്സ് നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് ഒരുപക്ഷെ നിങ്ങൾക്ക് നഷ്ടമായതിനെ തന്നെ യൂണിവേഴ്സ് തിരിച്ചു തരാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഭാവി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. പക്ഷെ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറിൽ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നമ്മളാണ് വഴി തിരഞ്ഞെടുക്കേണ്ടത്. എന്ത് തിരഞ്ഞെടുക്കണം, ഏത് വഴിയെ പോകണം എന്നുള്ള അവകാശം യൂണിവേഴ്സ് നമുക്കാ തന്നിരിക്കുന്നത്. എനിക്ക് നഷ്ടത്തിൽ തന്നെ നിൽക്കണമെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ നിൽക്കാം. ഇല്ല, എൻ്റെ ജീവിതത്തിൽ സക്സസ് വേണം, ഞാൻ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്നിലേക്ക് വരുന്നത് മുഴുവനും നെഗറ്റീവാണ്, എനിക്ക് നല്ലതിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് നല്ലതിലേക്ക് നോക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അടുത്തത് നമുക്ക് പ്രപഞ്ചശക്തി നൽകുന്ന ഗൈഡൻസ് എന്താണ്? ഓക്കെ, ചില കാര്യങ്ങൾ യൂണിവേഴ്സായിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില കർമ്മകളാണ്. യൂണിവേഴ്സ് തന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് ഒരുപാട് പ്രാവശ്യം നമുക്ക് പറഞ്ഞു തരും, ഇത് ശരിയല്ല എന്ന് പറഞ്ഞു തന്നിട്ടും നമ്മൾ അതിൽ തന്നെ നിൽക്കുമ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ നമുക്ക് ചില മാറ്റം കൊണ്ടുവരും. അത് പെയിൻഫുൾ ആയിട്ടുള്ള ചില മാറ്റങ്ങളായിരിക്കുമെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ക്യൂൻ ഓഫ് സോഡാണ്. മനോധൈര്യം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നേടിയെടുക്കണം. ഓക്കെ, നമുക്ക് നമ്മുടെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പ്രതികൂല സാഹചര്യങ്ങൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് കരുത്ത് വരികയുള്ളൂ. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി അവർ വിജയിക്കുകയാണ്. അവരുടെ മാനസിക ധൈര്യത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം നിങ്ങളിൽ തന്നെ ചില കാര്യങ്ങൾ